ബേത്ലഹേം മിനിസ്ട്രീസിൻ്റെ ജീവൻ്റെ അപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകനും കൺവെൻഷൻ പ്രാസംഗികനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ തിരുവചന ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു, വിടുതലായിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളുമായി എന്നെ വിളിച്ച എല്ലാവരോടും നന്ദി അറിയുന്നു. നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലത്തെ വചനധ്യാനവും നമുക്ക് അനുഗ്രഹമാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തോട് അടുക്കുവാൻ ദൈവം അവസരം തരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം അന്വേഷിക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ്. അതിനാധാരമായി എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു, എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ദൈവം ഇസ്രയേലിന് വരുത്തിയ വലിയ വിപത്തിനെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധത്തിൽ അവരെ മുടിപ്പിച്ച് കളഞ്ഞത്? എന്തുകൊണ്ട് ദൈവം അവരെ വിടുവിച്ചില്ല? എന്തുകൊണ്ട് ദൈവത്തിന് അവരോട് മനസ്സലിവ് തോന്നിയില്ല? അതിന് ദൈവം പറയുന്നത്, ഞാനൊരു മനുഷ്യനെ അന്വേഷിച്ചു. എന്തിനാ? എൻ്റെ ക്രോധം ശമിപ്പിക്കാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചു. ആ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കണമായിരുന്നു. മനുഷ്യർക്കും ദൈവത്തിനും മധ്യത്തിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു മനുഷ്യനെ ദൈവം അന്വേഷിച്ചു. മതിൽ കെട്ടണം. മതിലെന്തിനാ? സംരക്ഷണത്തിനാണ്. അനർത്ഥങ്ങൾ വരാതിരിക്കാനാണ് മതിൽ കെട്ടുന്നത്. ദുഷ്ടൻ അതിക്രമിച്ച് കടക്കാതിരിക്കാനാണ് മതിൽ കെട്ടുന്നത്. കള്ളൻ കടക്കാതിരിക്കാനാണ് മതിൽ കെട്ടുന്നത്. നമ്മുടെ വീടുകൾക്ക് നമ്മൾ മതിൽ കെട്ടും. അതുപോലെ ദൈവജനം മറ്റൊരു മതിൽ കെട്ടുന്നുണ്ട്. അത് പ്രാർത്ഥനയുടെ മതിലാണ്. പ്രാർത്ഥനയുടെ മതിൽ കെട്ടി ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഇടിവിൽ നിൽക്കുവാൻ ദൈവം മനുഷ്യനെ അന്വേഷിക്കുകയാണ്. പ്രാർത്ഥിപ്പാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ദൈവമേ, ഇതെൻ്റെ ജനമാണ്, അവരോട് ക്ഷമിക്കണമേ, അവരോട് പൊറുക്കണമേ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് കോപിക്കരുതേ, അവരെ മടക്കി വരുത്തണമേ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരാൾ വേണമായിരുന്നു. എന്നാൽ അന്നത്തെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരുമില്ലായിരുന്നു. ആരും പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അപ്പോൾ ദൈവം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ട് തടയാൻ പറ്റും. ഭൂമിയിൽ നടക്കുന്ന എല്ലാ നന്മകളും
ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ ഫലമാണ്. തിന്മകൾ നടക്കുന്നത് അത് ഒഴിവാകാൻ ആരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ലോകത്തിൻ്റെ ഗതി മാറ്റാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കൊരു ദേശത്തിൻ്റെയും ഒരു സഭയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഗതി മാറ്റാൻ പറ്റും. സംഭവിക്കാനിരിക്കുന്ന പല തിന്മകളും, രോഗങ്ങളും, ആപത്തുകളും, അനർത്ഥങ്ങളുമെല്ലാം പ്രാർത്ഥിച്ച് അകറ്റാൻ പറ്റും. സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതിന് സദാ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിനെന്ന് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ, അഥവാ എന്തൊക്കെയോ സംഭവിപ്പാനിരിക്കുന്നുണ്ട്, ആ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കല്ല, നമ്മുടെ തിന്മയ്ക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ. രോഗങ്ങളായിരിക്കാം, അനർത്ഥങ്ങളായിരിക്കാം, അപകടങ്ങളായിരിക്കാം, കഷ്ടനഷ്ടങ്ങളായിരിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞു, ഈ സംഭവിക്കാനിരിക്കുന്നത് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അഥവാ ഇത് ഒഴിവാക്കപ്പെടാൻ പറ്റും. ഇത് ഒഴിഞ്ഞു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സംഭവിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിശാച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, സഭയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സദാകാലവും പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. അഥവാ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് നാശങ്ങൾ ഒഴുക്കിവിടാൻ പറ്റും, തിന്മകൾ ഒഴുക്കി മാറ്റാൻ പറ്റും. ദൈവം അന്വേഷിക്കുന്നു. ആരെ അന്വേഷിക്കുന്നു? ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ദൈവത്തിന് വേണ്ടിയത് ഒരു സാധാരണ മനുഷ്യനെയാണ്. എല്ലാം തികഞ്ഞ കുലീനനായ ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. സാധാരണ മനുഷ്യനെ അന്വേഷിക്കുന്നു. ദൈവം സാധാരണ മനുഷ്യരെ അന്വേഷിക്കുന്നു. എന്നാൽ ഈ സാധാരണ മനുഷ്യനെ അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ സാധാരണ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ലോകത്തെ ചലിപ്പിച്ചിട്ടുള്ളതൊക്കെ. സാധാരണക്കാരായ മനുഷ്യരെ ഉപയോഗിച്ചാണ് ദൈവം വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യിച്ചത്, വലിയ ഉണർവുകൾ അയച്ചത്, വലിയ അത്ഭുതങ്ങൾ ചെയ്യിച്ചതൊക്കെ സാധാരണക്കാരായ മനുഷ്യരെയാണ്. ചുങ്കക്കാരെയും പാപികളെയും മുക്കുവരെയും ഒക്കെ ദൈവം വിളിച്ച് അസാധാരണമായ കൃപ അവരുടെ മേൽ ചൊരിഞ്ഞ് അവരെ കൊണ്ടൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. എസെക്കിയേലിനോട് ദൈവം പറയുന്നു, ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ദൈവം ഇന്നും ആളുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ അധ്യായത്തിൽ തന്നെ അവിടെ ഉള്ള ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. എസെക്കിയേൽ 22:25 വാക്യത്തിൽ അവിടെയുള്ള പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നു. പ്രവാചകന്മാർ സിംഹം പോലെ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ദൂതറിയിച്ച് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടവരാണ്. ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടവരാണ് പ്രവാചകന്മാർ. പക്ഷെ അവരെന്ത് ചെയ്യുന്നെന്നാണ് പറയുന്നത്? അവർ സിംഹം പോലെ ദേഹികളെ വിഴുങ്ങിക്കളയുക. സിംഹം, ഒരു ദുഷ്ടമൃഗം ആക്രമിക്കുന്നത് പോലെ മനുഷ്യരെ ആക്രമിക്കുക. അഥവാ ദൗത്യത്തിൽ നിന്ന് പരാജയപ്പെട്ട പ്രവാചകന്മാർ. 28 വാക്യം, അവിടെ പ്രവാചകന്മാർ എന്ത് ചെയ്യുന്നു? വ്യാജദർശനവും കള്ളപ്രവചനവും നടത്തുന്നെന്നാണ് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും കള്ളപ്രവചനം നടത്തുന്നെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ കാലത്തും വ്യാജദർശനം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ദൈവം
കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞെന്നും പറഞ്ഞ് ദൈവം പറയാത്ത കാര്യങ്ങൾ പറയുകയാണ്. സ്വന്തം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ദൈവാലോചനയായിട്ട് പറയുന്ന ആളുകളുണ്ട്, കള്ളപ്രവചനം പറയുന്ന ആളുകളുണ്ട്. ഇവിടെ പ്രവാചകന്മാർ അവരുടെ ദൗത്യം മറന്നിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അടുത്ത 22-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രഭുക്കന്മാരെക്കുറിച്ച് പറയുന്നു. ദേശത്തെ പ്രവാചകന്മാർ ദൗത്യം മറന്ന് അടുത്ത പ്രഭുക്കന്മാരെക്കുറിച്ച് പറയുകയാണ്. പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കും. അപ്പം ദേശത്തിലെ പ്രഭുക്കന്മാർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളെന്ന്, എങ്ങനെയും പണം ഉണ്ടാക്കണം. എന്ത് ചെയ്താലും എനിക്ക് ലാഭം ഉണ്ടാകണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്നും പല ആളുകൾക്കും എന്തെങ്കിലും ലാഭം ഉണ്ടാക്കണം, എന്തെങ്കിലും നേട്ടമുണ്ടാക്കണം, അതിനപ്പുറം ചിന്തയില്ലാത്ത ആളുകളുണ്ട്. 26-ാം വാക്യത്തിൽ ദൈവം പുരോഹിതന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. പുരോഹിതന്മാരെക്കുറിച്ച് ദൈവം അവിടെ പറയുന്ന ആക്ഷേപം ഇതാണ്: ശുദ്ധവും അശുദ്ധവും വേർതിരിക്കുന്നില്ല. ശുദ്ധമേതാണ് അശുദ്ധമേതാണെന്ന് വേർതിരിച്ച് കാണിക്കേണ്ട ആളുകളാണ് പുരോഹിതന്മാർ. ജനത്തെ അവർ വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടവരാണ്. അത് അശുദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല, അത് നമുക്ക് പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞ് നേർവഴി കാണിക്കേണ്ട പുരോഹിതന്മാർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. അശുദ്ധി ചെയ്യുന്നവനോട് ഇത് അശുദ്ധിയാണ് എന്ന് പറയുന്നില്ല, തെറ്റിനെ വിലക്കുന്നില്ല, ശരി ഏതെന്ന് കാണിച്ചു കൊടുക്കുന്നില്ല. അവരും അവരുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. 29-ാം വാക്യത്തിൽ സാധാരണ ജനം എന്തു ചെയ്യുന്നു? അവരെന്ത് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. പിടിച്ചുപറി, എളിയവരെ ഉപദ്രവിക്കുന്നു. പിടിച്ചുപറിയും ഉപദ്രവവുമായിട്ട് ജനം നടക്കുക. ഒരർത്ഥത്തിൽ ജനം തെറ്റിപ്പോകാൻ കാരണക്കാരാരാണ്? ശുദ്ധവും അശുദ്ധവും വേർതിരിച്ചു കൊടുക്കേണ്ട പുരോഹിതന്മാർ അത് ചെയ്യുന്നില്ല. ജനത്തെ നയിക്കേണ്ട പ്രഭുക്കന്മാർ ലാഭമന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ദൈവിക ആലോചനകൾ പറഞ്ഞ് ജനത്തെ യഥാസ്ഥാനപ്പെടുത്തേണ്ട, ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തേണ്ട പ്രവാചകന്മാർ ദേഹികളെ വിഴുങ്ങിക്കളയുകയും വ്യാജദർശനവും കള്ളപ്രവചനവുമായി നടക്കുകയാണ്. അഥവാ പുരോഹിതന്മാരും തെറ്റി, പ്രവാചകന്മാരും തെറ്റി, പ്രഭുക്കന്മാരും തെറ്റി. അത് മുഖാന്തരം ജനം മുഴുവൻ തെറ്റിലേക്ക് നയിക്കപ്പെട്ടു. ജനത്തെ നയിക്കേണ്ടവർ നയിക്കേണ്ട വഴികളിൽ ജനത്തെ നയിക്കാതെ അവർ തെറ്റിപ്പോകുമ്പോൾ ജനമെല്ലാം തെറ്റിപ്പോകും. നയിക്കേണ്ട ആളുകൾ തെറ്റിപ്പോകുമ്പോൾ സാധാരണക്കാരായ ആളുകളും തെറ്റിപ്പോവുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ദൈവം പറയുന്നത്, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ, ഈ പശ്ചാത്തലത്തിൽ ദൈവം പറയുന്നത്, പുരോഹിതന്മാർ തെറ്റിപ്പോയിരിക്കുന്നു, പ്രവാചകന്മാർ തെറ്റിപ്പോയിരിക്കുന്നു, പ്രഭുക്കന്മാർ തെറ്റിപ്പോയിരിക്കുന്നു, ജനമെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു, എല്ലാവരും തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാനും തെറ്റിപ്പൊക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല. ഒഴുക്കിന് വിപരീതമായി നീന്തുന്ന ഒരാളിനെ ദൈവം അന്വേഷിക്കുന്നു. എല്ലാ തലമുറയിലും ആ തലമുറയിലെ ഒഴുക്കിനെതിരെ നീന്തുന്ന, ആരെല്ലാം തെറ്റിപ്പോയാലും തെറ്റാതെ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ദൈവം അന്വേഷിക്കുക. ദൈവം ഓരോ തലമുറയിലും ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ തലമുറയിൽ നിന്നും ദൈവം തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാനൊരാൾ വിചാരിച്ചാൽ എന്തോ ചെയ്യാനൊക്കെ, ഞാനൊരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ദൈവം പറയുന്നത് ഒരു മനുഷ്യൻ മതി. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദൈവം ഓരോരുത്തരെയായിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഓരോ മനുഷ്യനും ജനിക്കുന്നതിന് മുൻപ് തന്നെ അവനെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണല്ലോ, ഞാൻ ഒറ്റയാണല്ലോ, എല്ലാവരും തെറ്റിപ്പോയല്ലോ, ഇതിൻ്റെ പ്രത്യേകം ഞാൻ മാത്രം എന്തോ ചെയ്യാനാണ് എന്ന് വിചാരിക്കരുത്. ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുക. ഇന്ന് പകൽ ദൈവം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ നിങ്ങളായിരിക്കാം. കുറേ നാളായി ദൈവം നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ യഥാസ്ഥാനപ്പെടുവാനും ദൈവം നിങ്ങളെ എവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നോ അവിടേക്ക് മടക്കിക്കൊണ്ടുവരുവാനും ദൈവം നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ജനമെല്ലാം തെറ്റിപ്പോയ ഒരു തലമുറയിൽ ദൈവം ഒരു മനുഷ്യനെ കണ്ടെത്തി. നോഹ എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നു. അന്നത്തെ ലോകത്തെ മുഴുവൻ ദൈവം ജലപ്രളയത്താൽ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ഒരു മനുഷ്യനെ വേർതിരിച്ചു. ആ മനുഷ്യനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. നീ ഒരു പെട്ടകം പണിയണം. പെട്ടകത്തിൻ്റെ സൈസ്, അളവുകൾ എല്ലാം ദൈവം ആ മനുഷ്യനെ ഏൽപ്പിച്ചു. ആ മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാടുകൾ നേടിയത്. ആ മനുഷ്യനെ ദൈവം ദൗത്യം ഏൽപ്പിച്ചു ജനത്തോട് പ്രസംഗിക്കുവാൻ. വരുവാനുള്ള വലിയ പ്രളയത്തെക്കുറിച്ച്, വരുവാനുള്ള വലിയ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ ഏൽപ്പിച്ചു. ആ മനുഷ്യൻ പെട്ടകം പണിതു. തൻ്റെ കുടുംബത്തെ മുഴുവൻ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ഒരു മനുഷ്യൻ. ആ കാലത്ത് ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുകയായി. എല്ലാ തലമുറയിലും ദൈവം മനുഷ്യനെ അന്വേഷിക്കുക. മിസ്രയീമിൽ വെച്ച് ദൈവജനത്തിൻ്റെ കഷ്ടത, അവരനുഭവിക്കുന്ന വേദനകൾ ദൈവം കണ്ടു. പറയുന്നു, ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് ദൈവം അവരെ വിടുവിച്ചത്? ഒരു സാധാരണ മനുഷ്യനെ ദൈവം കണ്ടെത്തി. അമ്മാവിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന, പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്ത, കഴിവില്ലാത്ത, വാക്ചാതുര്യമില്ലാത്ത ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തി. അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിപ്പാൻ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. ആ മനുഷ്യൻ തൻ്റെ കഴിവുകേടുകളെല്ലാം ദൈവത്തോട് നിരത്തി വെച്ചു. ദൈവമേ, എനിക്ക് കഴിവില്ല, എനിക്ക് വാക്ചാതുര്യമില്ല, ഞാൻ ചെന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല, നീ എന്നെ അയച്ചിട്ടില്ലെന്ന് അവർ പറയും, വേറെ ആരെങ്കിലും അയക്ക്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെയാണ് കണ്ടിരിക്കുന്നത്. ജനത്തെ വിടുവിപ്പാൻ ദൈവം മോശയെന്ന് പറയുന്ന ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. ആ മനുഷ്യനിലൂടെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ മുഴുവൻ വിടുവിക്കുന്നത്. വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ ഓരോ തലമുറയിലും ഓരോ ദേശത്തും ഓരോ പ്രത്യേക കാര്യങ്ങൾക്കായി ദൈവം ഓരോ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങളെ ഒരു ദേശത്താക്കിയിരിക്കുന്ന, ഒരു പ്രത്യേക സ്ഥാനത്താക്കിയിരിക്കുന്നത് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നിങ്ങളിലൂടെ ദൈവത്തെ നിവർത്തിപ്പാനാണ്. അവിടെ നമ്മൾ വായിച്ചു, ഇടിവിൽ നിൽപ്പാൻ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുന്നു. ചില ആളുകൾ പറയും, എനിക്ക് വാക്ചാതുര്യമില്ല, കണ്ടാൽ വലിയ ആളത്വമില്ല, പണമില്ല, വലിയ കഴിവില്ല, ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിവൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാൻ വാക്ചാതുര്യം വേണ്ടായല്ലോ, പേഴ്സണാലിറ്റി വേണ്ടായല്ലോ. എവിടെ ഇരുന്നും നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ദൈവം അന്വേഷിക്കുന്നത് പ്രാർത്ഥിക്കാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. മറ്റ് യാതൊരു കഴിവുകളും നിങ്ങൾക്കില്ലെങ്കിലും, മറ്റൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയില്ലെങ്കിലും, വീട്ടിലിരുന്നു കൊണ്ട്
ഒഴിവുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രസംഗിക്കാൻ അറിയുന്നവൻ പ്രസംഗിക്കട്ടെ, പ്രവാചകൻ പ്രവചിക്കട്ടെ. പക്ഷെ എല്ലാവർക്കും ചെയ്യാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവം അന്വേഷിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? മലാഖി പ്രവചനത്തിൽ അന്നത്തെ പിന്മാറ്റക്കാരായ ആളുകൾ പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപ്പെടുത്ത് നടക്കുന്നത് എന്തിനാ, ഉപവസിക്കുന്നത് എന്തിനാ, ഇതുകൊണ്ട് എന്നാ പ്രയോജനം? പക്ഷെ ദൈവം പറഞ്ഞ് ദൈവത്തെ സേവിക്കുന്നവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ പിടിച്ചു നിർത്താൻ പറ്റും. സർവശക്തനായ ദൈവത്തെ മനുഷ്യന് പിടിച്ചു നിർത്താൻ പറ്റും. സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെയും തൻ്റെ ഉള്ളംകൈയിൽ വഹിക്കുന്ന സർവശക്തനായ ദൈവത്തെ ബലഹീനനായ ഒരു മനുഷ്യന് എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്? പറ്റും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു, ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ഇസ്രായേൽ പാളയത്തിൽ വിഗ്രഹത്തെ ഉണ്ടാക്കി അഹരോൻ്റെ നേതൃത്വത്തിൽ വലിയ ഉത്സവം നടക്കുകയാണ്. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഉത്സവം നടത്തുകയാണ്. ദൈവത്തിൻ്റെ കോപം ഇറങ്ങി. ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ മോശ ഇടിവിൽ നിന്നു. ദൈവത്തിൻ്റെ ക്രോധം ശമിപ്പിക്കുവാൻ മോശ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ, ദൈവമേ, നീ അവരെ നശിപ്പിക്കരുത്. നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ജനമാണ്. നീ അവരെ നശിപ്പിച്ച് കളഞ്ഞാൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്തോ പറയും? അവരുടെ ദയ കാണിക്കണേ, അവരോട് മനസ്സിലെയ്യണമേ, ക്ഷമിക്കണമേ എന്നൊക്കെ മോശ അപേക്ഷിക്കുക. അപ്പോൾ ദൈവം പറയുക, മോശ നീ ഒന്ന് മാറി നിൽക്കാൻ, നീ എന്നെ വിട്. നീ എന്നെ വിടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മോശ ദൈവത്തെ പിടിച്ചു നിർത്തിയോ? അതെ, പിടിച്ചു നിർത്തി. എങ്ങനെ പിടിച്ചു നിർത്തി? ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയാൽ ദൈവത്തെ പിടിച്ചു നിർത്തി. ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മോശയെ വിട്ടിട്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇടിവിൽ നിന്നതുകൊണ്ട് ദൈവം ആ ജനത്തെ നശിപ്പിക്കാതെ ദൈവം അവരോട് ക്ഷമിച്ചു. ആരാ ഇത് സാധിച്ചത്? ഒരു മനുഷ്യൻ. ദൈവം അവനോട് അപേക്ഷിക്കേണ്ടി വന്ന് എന്നെ വിടാൻ, ഞാനവരെ നശിപ്പിക്കാൻ നീ എന്നെ വിടാൻ, നീ വിടാതെ എനിക്കൊന്നും പറ്റുകയില്ല. ഇന്നും പല സംഭവങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ആരൊക്കെയോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. ഏതൊക്കെയോ വിപത്തുകൾ വരേണ്ടിയിരുന്നത് ഒഴിഞ്ഞു മാറുന്നത് ആരൊക്കെയോ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട്, ദൈവമേ നശിപ്പിക്കരുത്, ക്ഷമിക്കണമേ, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കും ദൈവത്തെ പിടിച്ചു നിർത്താൻ കഴിയും. പിടിച്ചു നിർത്തുക മാത്രമല്ല, ദൈവത്തിൻ്റെ തീരുമാനത്തെ ദൈവത്തെ കൊണ്ട് തിരുത്തിക്കാനും കഴിയും. ദൈവത്തിൻ്റെ തീരുമാനം മനുഷ്യനെങ്ങനെ തിരുത്തിക്കുന്നു? ദൈവം സർവജ്ഞാനിയായ ദൈവമല്ലയോ? ആദിയിങ്കലെ അന്തമറിയുന്ന ദൈവം. ദൈവം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന് മാറ്റാൻ കഴിയുമോ? പെട്ടെന്ന് ചിന്തിച്ചാൽ മാറ്റാൻ കഴിയില്ല. നമ്മൾ സാധാരണ ദൈവം നിശ്ചയിച്ച കാര്യമല്ലയോ, അപ്പം നമ്മളെന്തോ ചെയ്യാനാ? ദൈവം വിധിച്ചതേ നടക്കുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കഴിവുമില്ല, നമുക്ക് ദൈവത്തെ സ്വാധീനിക്കാൻ കഴിവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്.
തെറ്റാണ്. ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ മനുഷ്യന് കഴിയും. അപ്പോൾ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ തീരുമാനത്തെ ഈ അറിവില്ലാത്ത മനുഷ്യന് തിരുത്താൻ പറ്റുമോ? തിരുത്താൻ പറ്റും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ദൈവം ജനത്തിന് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ദൈവം തൻ്റെ തീരുമാനം മാറ്റി. ദൈവം വരുത്താനിരുന്ന അനർത്ഥം വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. വലിയൊരു അനർത്ഥം സംഭവിക്കേണ്ടതായിരുന്നു. വലിയൊരു അനർത്ഥം ജനത്തിന് സംഭവിക്കേണ്ടത് ദൈവം അനുതപിച്ചു. ദൈവം ആ തീരുമാനം മാറ്റി. അഥവാ ദൈവത്തെ കൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റിപ്പിച്ചു. ദൈവം ചെയ്യാനിരുന്ന കാര്യം ഒരു മനുഷ്യൻ തടഞ്ഞു. എങ്ങനെ തടഞ്ഞു? പ്രാർത്ഥിച്ചു തടഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ തീരുമാനത്തെ തിരുത്തിക്കാൻ കഴിയും. സംഭവിക്കാനിരിക്കുന്ന അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. സമൂഹം മുഴുവൻ തെറ്റിപ്പോകട്ടെ. തെറ്റിപ്പോയ മനുഷ്യരെ കൊണ്ട് ചിന്തിച്ച് എല്ലാവരും തെറ്റിപ്പോയി, ഞാനൊരാൾ വിചാരിച്ചാൽ എന്തോ ചെയ്യാൻ പറ്റും, ഞാൻ ഒറ്റയാനാണ്, എനിക്ക് ഈ സമൂഹത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിരാശനാകാതെ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ഈ കാലത്തിൻ്റെ ഗതി മാറ്റുവാൻ, സംഭവിക്കാനിരിക്കുന്ന തിന്മകൾ ഒഴിഞ്ഞു പോകേണ്ടതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ പിടിച്ചു നിർത്തുവാനും ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റിക്കുവാനും കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ഏകരാണ്, ഞങ്ങൾ വിചാരിച്ചാൽ എന്ത് നടക്കും എന്ന് ചിന്തിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് ക്ഷമിക്കണമേ. മതിൽ കെട്ടി ഇടിവിൽ നിൽപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സംഭവിപ്പാനുള്ള സകല തിന്മകളിൽ നിന്നും അവ ഒഴിഞ്ഞു പോകേണ്ടതിന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: